മലപ്പുറം KSRTC ഡിപ്പോയുടെ നവീകരണം ദീർഘകാലമായി ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികസന പ്രശ്നമായി. ടൗണിൻ്റെ ഹൃദയഭാഗത്ത് KSRTCയുടെ ഡിപ്പോ ഒരു പക്ഷേ മലപ്പുറത്ത് മാത്രമായി ഈ KSRTC സ്റ്റേഷൻ നവീകരണം. ഈ നവീകരണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് 2016 ജനുവരി 2-ന് അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. അന്ന് 7,90,00,000 രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചത്. ആ സംഖ്യ കൊണ്ട് 4 നിലയിലെ സ്ട്രക്ചർ വർക്ക് പൂർത്തീകരിച്ചു. പിന്നീട് സർക്കാരിൽ നിന്ന് പണം ലഭ്യമായില്ല. അങ്ങനെ ഘട്ടത്തിലാണ് സ്റ്റേഷൻ യാർഡും 1-ാം നിലയിൽ യാത്രക്കാർക്ക് ഉപയോഗപ്പെടുന്ന വിധം നവീകരിക്കുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചു. KSRTC പ്ലാൻ ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപയിൽ ലഭിക്കേണ്ടായി. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ച ബ്ലോക്കിൻ്റെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ പറഞ്ഞത് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും മികച്ച സ്റ്റേഷനായി മലപ്പുറം സ്റ്റേഷൻ മാറും. ഇപ്പോൾ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത പാസഞ്ചർ ലോഞ്ച് ഇതിൻ്റെ ഭാഗമായി സ്ഥാപിച്ചു. 30 യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സ്റ്റീൽ ചെയറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ എല്ലാ ആധുനിക സംവിധാനവും വൈഫൈ സൗകര്യങ്ങളും ഈ സ്റ്റേഷൻ ലഭ്യമാണ്. അങ്ങനെയുള്ള എല്ലാ ആധുനിക സംവിധാനത്തോടു കൂടിയാണ് മലപ്പുറം സ്റ്റേഷൻ നവീകരിച്ച് യാത്രക്കാർക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി 5 കോടി രൂപ കൂടി അനുവദിക്കും എന്ന് ധനകാര്യമന്ത്രി നിയമസഭയിൽ ബജറ്റ് പ്രസംഗത്തിൻ്റെ മറുപടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിക്കായി സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചേർത്ത സംഘാടന സമിതി യോഗത്തിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തുമാത്രം മലപ്പുറത്ത് ജനങ്ങൾ ഈ KSRTC എന്ന പൊതു ഗതാഗത സർവീസിനെ സ്നേഹിക്കും, ഈ സ്റ്റേഷനൊന്ന് യാഥാർത്ഥ്യമായി കാണണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന 2 ഫ്ലോറുകളിലെയും റൂമുകളൊക്കെ നമ്പർ ലഭിച്ച് എല്ലാ റൂമും വാടകയ്ക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് പൂർത്തിയാവുന്നതോടുകൂടി KSRTCക്ക് വലിയ രീതിയിൽ വരുമാനം ലഭ്യമാകും എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോൾ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മാസത്തിൽ 5 ലക്ഷത്തിലധികം രൂപ വാടക ഇനത്തിൽ KSRTCക്ക് ലഭിക്കാൻ പോവാണ്. ഭാവിയിൽ കൂടുതൽ വരുമാനം KSRTC ലഭിക്കും. കേരളത്തിൽ ഒരുപക്ഷെ KSRTCക്ക് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു സ്റ്റേഷനായി ഭാവിയിൽ മലപ്പുറം സ്റ്റേഷൻ മാറും എന്ന കാര്യം തീർച്ചയാണ്. ഉചിതമായി സഹകരിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. 2025 ജൂൺ 27 വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KV ഗണേഷ് കുമാർ നിർവഹിക്കും. എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പങ്കാളിത്തം ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടാവണം എന്ന് വിരിതമായി